ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നാടൻ സ്റ്റൈലിലുള്ള മിക്സ്ചർ തയ്യാറാക്കാം. ഇനി കടകളിൽ നിന്ന് മേടിക്കാതെ തന്നെ നമുക്ക് അടിപൊളി മിക്സ്ചർ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിനായി ആദ്യം നമുക്ക് സേവ തയ്യാറാക്കി എടുക്കാം. 2 കപ്പ് അളവിൽ കടലമാവ് എടുക്കാം. അതിലേക്ക് 1 കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്ത് ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം. നന്നായി കുഴച്ചതിന് ശേഷം നമുക്ക് ഇടിയപ്പത്തിൻ്റെ അച്ചെടുക്കാം. അതിലേക്ക് ചെറിയ ഹോളുള്ള ചില്ലാണ് ഇട്ട് കൊടുക്കുന്നത്. സേവനാഴി നന്നായി ഓയിലൊക്കെ തടവി വെച്ചിട്ടുണ്ട്. കുഴച്ചെടുത്ത മാവ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. മാവ് നന്നായി സോഫ്റ്റായിട്ട് കുഴച്ചിട്ടുണ്ടാവണം. എന്നാലാണ് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അത് എളുപ്പത്തിൽ അങ്ങോട്ട് വീഴുകയുള്ളൂ. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. മാവ് എണ്ണയിലേക്ക് ഇടുമ്പോൾ തീ വളരെ കുറച്ചിട്ട് വേണം ഇടാൻ, എന്നാലാണ് കരിയാണ്ട് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് മാവ് കുറേശ്ശെയായി പ്രസ് ചെയ്ത് കൊടുക്കാം. അത് അടിക്കരിയാതെ ഒരു ഭാഗമാകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഓരോന്ന് ഇതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സേവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബൂന്തി തയ്യാറാക്കിയെടുക്കാം. ബൂന്തി തയ്യാറാക്കുന്നതിന് 1 കപ്പ് കടലമാവ്, 2 ടീസ്പൂൺ അരിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി എന്നിവ ചേർത്ത് നന്നായി മിക്സാക്കി എടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കട്ടയില്ലാതെ ദോശമാവിൻ്റെ ഒക്കെ പരുവത്തിൽ നമുക്ക് മിക്സാക്കി എടുക്കാം. ബൂന്തി തയ്യാറാക്കുന്നതിന് ഞാനൊരു തവിയാണ് എടുത്തിട്ടുള്ളത്. വലിയ ഹോളുള്ള തവി എടുത്തിട്ട് അതിലേക്ക് മാവ് കുറേശ്ശെയായി ചൂടായ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്രിസ്പിയായ ബൂന്തി ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. ഇതുപോലെ എല്ലാം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് കപ്പലണ്ടി വറുത്തെടുക്കാം. പച്ച കപ്പലണ്ടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നന്നായി വറവായതിന് ശേഷം നമുക്ക് കോരി മാറ്റാം. നാലഞ്ച് അല്ലി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. വേപ്പിലയും കൂടി വറുത്തെടുക്കാം. മിക്സ്ചറിന് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സേവ നന്നായി പൊടിച്ചെടുക്കണം. സേവ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച എല്ലാം ഇട്ട് കൊടുക്കുക. ഇനി അത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് മുളക് പൊടിയും
കായപ്പൊടിയും ഉപ്പും കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി നമുക്ക് മിക്സാക്കി എടുക്കാം. ഒരു ന്യൂസ് പേപ്പർ വിരിച്ച് അതിലേക്ക് ഇട്ട് നന്നായി കൈകൊണ്ട് മിക്സാക്കി കൊടുത്താൽ മതി. വേഗം മിക്സായി കിട്ടും. ഇതിലേക്ക് ആവശ്യമെങ്കിൽ നമുക്ക് പൊട്ടുകടല വറുത്തിടാം. ഞാൻ അതിലിട്ടിട്ടില്ല. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ നല്ല എരിവുള്ള ക്രിസ്പിയായ മിക്സർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.